കിടക്കാം അല്ലേ. ചോറ്, മത്തങ്ങ ഓരൻ, കോവയ്ക്ക വറുത്തത്, ഇത് പുളിശ്ശേരി. ഈ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിലൊരു കഷ്ണവുമില്ല. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില പിന്നെ ഒക്കെ കൂടെ വഴറ്റിയിട്ട് അതിലേക്ക് മോരൊഴിച്ചിട്ട് ഉടച്ച മോര് ഒഴിച്ചിട്ട് ഉരുവാപ്പൊടി ഇട്ടിട്ട് കേട്ടോ, ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളയ്ക്കാൻ പാടില്ല. ചെറിയതായിട്ട് വരുമ്പോൾ തിളയ്ക്കരുത് കേട്ടോ. അങ്ങനെ എടുത്തതാണ് ഇത്. പെട്ടെന്നൊരു പുളിശ്ശേരി എന്നൊന്നും പറയണ്ട, മോര് കറി. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ലതാണ്. പിന്നെ ഇത് നമ്മുടെ മത്തങ്ങ ഓലൻ. ഇതും വളരെ എളുപ്പമാണ്. എന്താ അറിയോ, ഇതും വളരെ എളുപ്പമാണ്. മത്തങ്ങ ആവശ്യത്തിനുള്ള മത്തങ്ങ എടുത്തു, അടുപ്പത്ത് വെച്ചു. 2 പച്ചമുളകും ഈ മഞ്ഞൾപ്പൊടി മാത്രം, മുളക് പൊടി വേണ്ട, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം വേകുമ്പോൾ ഉടച്ചിട്ട് ലേശം കറിവേപ്പില ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ പെട്ടെന്നൊരു ഓലൻ, സിമ്പിൾ ഓലൻ. പിന്നെ അതിൻ്റെ കൂടെ പപ്പടം. പക്ഷേ ടീച്ചർ ഈ പപ്പടം ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ മാഷാണ്. എനിക്ക് പപ്പടം ഒന്നും വേണ്ട. പപ്പടമൊക്കെ കൂട്ടിയാലേ വെളിച്ചെണ്ണ കൂട്ടും. അപ്പോൾ ഇന്ന് നല്ല കുത്തരി ചോറ് ചൂടോടെ മോര് കറി, പുളിശ്ശേരി എന്നും പറയാം, കഷ്ണമില്ലാത്ത പുളിശ്ശേരി നല്ലതാണ്. കോവയ്ക്ക വറുത്തത്, മത്തങ്ങ ഓലൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഊണ്. എല്ലാവരും ഊണ് കഴിക്കാൻ വരൂ.